ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ബാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതീ സുന്ദരീ ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ, സർവാത്മാവായ നാഥ പരമേശ്വരാ പോറ്റി, സർവലോകാവാസ സർവേശ്വരാ മഹേശ്വരാ, സർവാശങ്കരാ ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ, അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിലെനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാദിഭക്തിലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളുമെന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിൻ തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലമന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപതേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ. കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിൻ തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരീ കാർത്യായനീ പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടിവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല. ഞാനും നിന്നാണ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി
പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മമൂ ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജനവ്യയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മനസ്സും മായാതമസംവൃതമാകമൂലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൽ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യബുക്ക് അഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കികസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുൻപിലമ്മാറു ഭക്ത്യാ വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ട് സീതയോടരുൾ ചെയ്തു സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭേദയായുള്ളൊരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലുമൊരു നേരം ആശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുൻപനല്ലോ കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൽ മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവനറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭമു പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവരാ കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ
നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനം അറിഞ്ഞാലും എന്നുടെ തത്വവിനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയാടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കുന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പൊക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായിക്കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൊക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പൊക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പൊക്കു 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്കവൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പൊക്കിതു പഞ്ചവടി തത്ര വാണീടും കാലം പുഷ്കരശര പരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടെ സോദരീ ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14,000 പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോടു ചൊന്നാൾ മായയാ പൊന്മാനായി വന്നോരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെക്കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു
മോക്ഷദനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു ബുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പൂതെന്നന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയവധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിൽ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ. യജനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. യവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെക്കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യയൻ ഏകനാനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വദ്ഭൃംഗാരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും. നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തന്മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. തേജോരൂപിണിയാകുമെന്നുടെ മായതങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കവിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവനിപ്പദം അറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും.
പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ പരമോപദേശമില്ലിതിന്മിതേയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ട നാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ. ജാതിനിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും. ഇല്ല സംശയമേതും. ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ടു തിങ്ങീടും ഭക്തിപൂർവം അരുൾ ചെയ്തതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപതേ ഗംഗാകാമുകാ പരമേശ്വരാദയാനിധേ പന്നഗവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വൽമുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാ. കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിംദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രീ കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാവേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തുനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി
ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കും ഉപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമെന്നു പേരിതിന് ഇതമധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി, ധനസമൃദ്ധി, ദീർഘായുസ്സും മിത്രസമ്പത്തി, കീർത്തി, രോഗശാന്തിയുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ